സന്തോഷമുള്ള കാര്യം. രാജ്ഭവനിലെ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന നിർബന്ധമാക്കുമെന്ന ഗവർണറുടെ നിലപാട് ഭാവിയിൽ സർക്കാർ രാജ്ഭവൻ സംഘർഷം രൂക്ഷമാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സർവകലാശാലകളുടെ ബിരുദദാന പരിപാടികളിൽ ഗവർണർ പങ്കെടുക്കുമ്പോൾ ഈ നിബന്ധന ആവർത്തിക്കുമോ എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ആശങ്ക. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ചിത്രം കുറച്ചുകൂടി വാശി കയറ്റിയിട്ടുണ്ടോ ഗവർണറിൽ? തീർച്ചയായും കഴിഞ്ഞ ദിവസം CPIയുടെ വലിയ ഒരു പ്രതിഷേധം തന്നെ അവർ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ CPI വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. CPM നേതാക്കളടക്കം ശക്തമായി പ്രതികരണവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഈ ഒരു ഭാരതാംബയുടെ കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം സർക്കാർ പരിപാടിയിൽ വെക്കണം എന്നുള്ള നിബന്ധന വെച്ചതോടുകൂടിയാണ് രാജേന്ദ്ര അർലേക്കർ ഗവർണറായ ശേഷം സർക്കാരും ഗവർണറും രണ്ട് തട്ടിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇനി രാജ്ഭവനിലെ സെൻട്രൽ ഹാളിൽ നിന്ന് ആ ചിത്രം മാറ്റേണ്ടതില്ല എന്നുള്ള നിലപാട് രാജ്ഭവൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗവർണർ അങ്ങനെ ഒരു നിർദ്ദേശമാണ് രാജ്ഭവൻ അധികാരികൾക്ക് നൽകിയത്. ആ സാഹചര്യത്തിൽ ഇനി അവിടെ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ആ ഒരു ചിത്രം ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകും. ആ ചടങ്ങായി തന്നെ ഈ ചിത്രത്തിന് മുന്നിൽ പുഷ്പാഭിഷേകവും നിലവിളക്ക് തെളിയിക്കുന്ന ചടങ്ങും ഉണ്ടാകണമെന്ന് നിബന്ധന സർക്കാർ എടുത്താൽ, ഗവർണർ എടുത്താൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത് നടത്താനുള്ള ചടങ്ങ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളുടെ ബിരുദദാന ചടങ്ങാണ്. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ചടങ്ങാണെങ്കിൽ ഇത്തരത്തിൽ ചിത്രം ഇവിടെ വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി വിസിമാർ പലരും RSS ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ഗവർണറുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചവരോ ആണ്. അവർ ഇത്തരമൊരു നിർദ്ദേശം രാജ്ഭവനിൽ നിന്ന് നൽകിയാൽ അവർ ആ രീതിയിൽ ചിത്രങ്ങൾ വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യക്ഷമായ തർക്കത്തിലേക്ക്, സർക്കാർ ഗവർണർ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ മറ്റു ചില സത്യപ്രതിജ്ഞാ ചടങ്ങുകളടക്കം അവിടെ നടക്കേണ്ടതുണ്ട്. അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞ, ഒപ്പം PSC അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ CPI അടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സർക്കാർ പരിപാടികളിൽ ഏതെല്ലാം ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ വെക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി സർക്കാരിന് ഉത്തരവിറക്കാവുന്നതാണ്. പൊതുഭരണ വകുപ്പിന് അത്തരമൊരു ഉത്തരവിറക്കാവുന്നതാണ്. ആ രീതിയിൽ ചർച്ച ചെയ്ത് ഒരു ഉത്തരവ് അടിയന്തരമായി ഇറക്കണം എന്നുള്ള ആവശ്യം ഘടകകക്ഷികളടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാർ അത് കൂടുതൽ സീരിയസ് ആയി ആലോചിക്കാനുള്ള സാധ്യതയും നിലവിൽ ഉണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.